ഹലോ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ്ഫുൾ ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഹത്ത് എങ്ങനെ എളുപ്പത്തിൽ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാൻ മാസമൊക്കെ വരാണല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക, മനസ്സിലാക്കുക. ആദ്യം തന്നെ നമ്മൾ റമദാനിൽ ഒരു ഹത്തെങ്കിലും പൂർത്തിയാക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുക്കുക. കാരണം പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതുമാത്രമല്ല, ഒരു സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫർളിൻ്റെ കൂലിയാണ് നമുക്ക് ഈ റമദാൻ മാസത്തിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ റമദാനിൽ നമുക്ക് ഓതാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് സമയത്താണ് നമ്മൾ ഒരു ഹത്തം പൂർത്തിയാക്കാം? അപ്പോൾ എല്ലാവരും ഒരു ദൃഢനിശ്ചയം എടുക്കുക. ഞാനൊരു ഹത്തം പൂർത്തിയാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കുക. ചില ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഉമ്മമാർക്കും റമദാനിൽ ഒരുപാട് പണികൾ ഈ അവസ്ഥയായിരിക്കും അല്ലേ, സഹോദരിമാർക്കും. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഒരു ഹത്തെങ്കിലും എങ്ങനെ തീർക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് റമദാൻ എന്ന് പറയുന്നത് 30 ദിവസമാണല്ലേ. അപ്പോൾ 30 ദിവസം, ചില സമയങ്ങളിൽ അത് 29 ആവും. അപ്പോൾ റമദാനിൽ ഒരു ഹത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം ഒരു ജുസ് വെച്ചിട്ട് ഓതാം. അപ്പോൾ 30 ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു ഹത്തം പൂർത്തിയാക്കാൻ പറ്റും. പിന്നെ 2 ഹത്താണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉള്ളതെങ്കിൽ ഒരു ദിവസം 2 ജുസ് വെച്ചിട്ട് ഓതാം. അപ്പോൾ 2 ഹത്തം നമുക്ക് റമദാൻ തീരുമ്പോഴത്തേക്ക് 30 ദിവസം ആകുമ്പോഴേക്ക് നമുക്ക് ഓതാൻ പറ്റും. ഇനി ഒരു ദിവസം എങ്ങനെ നമുക്ക് ഒരു ജുസ് എളുപ്പത്തിൽ ഓതാം എന്നുള്ളത് നോക്കാം. ഒരു ജുസ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഓതാമെന്നുള്ളത് നോക്കാം. നമ്മൾ 5 വക്ത് നിസ്കാരം ഉണ്ടല്ലോ, നമുക്ക് നിസ്കാരം 5 വക്തല്ലേ. അപ്പോൾ ഓരോ വക്തിലും 2 പേജ് ഓതാം. ഈ ഒരു ജുസ് എന്ന് പറയുന്നത് 10 പേജാണ്. അപ്പോൾ ഓരോ വക്ത് കഴിയുന്നതിന് നിസ്കാരം കഴിയുന്നതിന് ശേഷവും ഒരു 2 പേജ് ഓതാം. അപ്പോൾ 5 വക്തിൽ 10 പേജാവും. അങ്ങനെ ഓതിക്കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ 1 മണിക്കൂറാണ് ഖുർആൻ ഓതാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒരു വക്തിൽ നമ്മൾ 2 പേജ് ഓതുമ്പോൾ മാക്സിമം പോയാൽ 15 മിനിറ്റാണ് വരിക. അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മൾ ഇങ്ങനെ ഓതുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്കിത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. ഇനി സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഓതാൻ പറ്റില്ല അല്ലെ. മാസത്തിൽ 8 7 ദിവസങ്ങളിൽ നമുക്ക് ഓതാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു സമയത്തിന് മുന്നേയോ പിന്നെയോ നമ്മൾ ഒരു ദിവസം 2 ജ്യൂസോ അല്ലെങ്കിൽ 3 ജ്യൂസോ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് അത് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ഓതുക. പിന്നെ നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഒരു ഹത്തെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഹത്തെങ്കിലും ഓതും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ ഓതാൻ തയ്യാറാവുകയാണെങ്കിൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഹത്തെങ്കിലും ഓതാൻ വേണ്ടി പറ്റും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.